ആഗതനാരിലെന്നും നീ ആഗതനാകും. ഇന്നകതാരിലെന്നും നീ ആഗതനാകും. ആശ്വാസദായകനേ, അഞ്ജലിക്കൊപ്പം നിതാ ഞങ്ങളഞ്ജലിക്കൊപ്പം നിതാ. ആരാധന ആത്മാവിൽ ആരാധന, ആരാധന ആയിരം ആരാധന. ഈ ലോക സൗഭാഗ്യമെല്ലാം ഈ ഞാൻ അനുഭവിച്ചെന്നാലും നാഥാ, ഈ ലോക സൗഭാഗ്യമെല്ലാം ഈ ഞാൻ അനുഭവിച്ചെന്നാലും നാഥാ, നീ എന്നിൽ വന്നില്ല എങ്കിൽ ഞാൻ എത്രയോ ഭാഗ്യഹീനൻ. ആരാധന ആത്മാവിൽ ആരാധന, ആരാധന ആയിരം ആരാധന. ആഗതനാരിലെന്നും നീ ആഗതനാകും. ഇന്നകതാരിലെന്നും നീ ആഗതനാകും. ആശ്വാസദായകനേ, അഞ്ജലിക്കൊപ്പം നിതാ ഞങ്ങളഞ്ജലിക്കൊപ്പം നിതാ. അഞ്ജലിക്കൊപ്പം നിതാ ഞങ്ങളഞ്ജലിക്കൊപ്പം നിതാ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ഈശോയുടെ മക്കളെ, നമ്മെ സ്നേഹിക്കുന്ന ദൈവം ഇതാ നമ്മുടെ മുൻപിൽ തിരുവോസ്തി രൂപനായി എഴുന്നള്ളി വന്നിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഞാനും നിങ്ങളുമൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പേ നമ്മെ അറിഞ്ഞ, നമ്മെ സ്നേഹിച്ച ഒരു ദൈവം ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, ആ ദൈവത്തെ സ്നേഹത്തോടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് നമുക്കവിടത്തെ ആരാധിക്കാം. ദൈവപിതാവേ, എന്നോട് താതൻ ദൂതന്മാരാൽ സദാ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും ആരാധ്യന. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും ആരാധ്യന. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും
സ്തുതി ബഹുമാനം സ്വീകരിപ്പാനെന്നും നീ ദൈവം നമുക്ക് നൽകുന്ന വചനം ശ്രവിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പമായിരുന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ കടന്നുപോകുന്ന ഒരു ജീവിത അവസ്ഥയെ വചനത്തിലൂടെ ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ദുഃഖവും കഷ്ടതകളും മനുഷ്യജീവിതത്തിൽ നിഷേധിക്കാനാവാത്ത ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ ഭൂമിയിൽ കടന്നു വന്ന ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിത യാത്രയിൽ ഏതെങ്കിലുമൊക്കെ കഷ്ടങ്ങളും ക്ലേശങ്ങളുമൊക്കെ അനുഭവിച്ച് കടന്നു പോകുന്നവരാണ്. ദുഃഖവും കഷ്ടതകളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. കാരണം വിശ്വാസ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരു സമര സഭയിലാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 തലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം ജീവിക്കുന്ന ഈ ഭൂമി അത് സമരസഭയാണ്. ഈ സമരസഭയിൽ ജീവിച്ച് കടന്നുപോയവർ വിജയസഭയിലേക്ക് കടന്നു ചെല്ലുന്നു. ജീവിതത്തിലെ കുറവുകളെ, പാപങ്ങളെ വിശുദ്ധീകരിക്കുവാൻ സഹനസഭയിലൂടെ കടന്ന് ചിലർ കടന്നു പോകുന്നു. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്: വേദനകളും നൊമ്പരങ്ങളും. വേദനകളും നൊമ്പരങ്ങളും ഇല്ലാത്ത ഒരേ ഒരിടം അത് വിജയസഭയിലാണ്, അത് സ്വർഗത്തിലാണ്. സമരസഭയിലായിരിക്കുന്ന നമ്മളും സഹനസഭയിലായിരിക്കുന്ന നമുക്ക് മുമ്പേ മരിച്ചു കടന്നുപോയവരും വേദനകളിലൂടെ, ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് 2 നിലപാടുകൾ എടുക്കാം. ഒന്ന്, തൻ്റെ ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും പരാതിപ്പെട്ട് പരിഭവിച്ച് തലവിധിയെന്ന് പറഞ്ഞ് ദൈവത്തെ തള്ളിപ്പറയാം. മറ്റൊന്ന്, ദൈവത്തോട് ചേർത്ത് വെച്ച് ഈ കഷ്ടങ്ങളും ക്ലേശങ്ങളും അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്, കാണുന്ന കേൾക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ള തിരിച്ചറിവോടെ കഷ്ടങ്ങളെയും ക്ലേശങ്ങളെയും ദൈവത്തോട് ചേർത്ത് വെച്ച് കഷ്ടങ്ങളെ അനുഗ്രഹമാക്കി ജീവിക്കുന്നവർ. ഞാനും നിങ്ങളും ഏതവസ്ഥയിലാണ് നിൽക്കുന്നത്? നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടങ്ങളെ ദൈവീക കാഴ്ചയോടെ കാണുവാൻ, ദൈവത്തോട് ചേർത്ത് വെച്ച് അതിനെ കൃപകളാക്കി മാറ്റുവാൻ, അനുഗ്രഹമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത ജീവിതങ്ങളാണ് പലപ്പോഴും നിരാശയ്ക്ക് അടിമപ്പെട്ട് ക്ലേശങ്ങളുണ്ടാകുമ്പോൾ, കഷ്ടതകളുണ്ടാകുമ്പോൾ ആത്മഹത്യയ്ക്കും അതുപോലെ തന്നെ കുറ്റബോധത്തിനും മറ്റുള്ളവരെ തകർക്കുവാനായിട്ടുള്ള
ഭീകര പ്രവർത്തനങ്ങൾക്കുമൊക്കെ വ്യക്തി തരം താഴ്ന്നു പോകുന്നത്. എന്നാൽ ദൈവിക ചിന്തയോടെ ഈ ക്ലേശങ്ങളും കഷ്ടതകളും ദൈവത്തിൻ്റെ സ്നേഹത്താൽ പൊതിഞ്ഞ വലിയ അത്ഭുതങ്ങളുടെ കൃപയുടെ ചെപ്പുകളാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സഹന കഷ്ടങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് വച്ചാൽ അത് അനുഗ്രഹമായിട്ട് മാറും. നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ നൊമ്പരങ്ങളെ, വേദനകളെ, കഷ്ടങ്ങളെ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കാരണം കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ ദുഃഖങ്ങളും വേദനകളും എല്ലാം കണ്ടുകൊണ്ട് താങ്ങുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ ദിനത്തിൽ തിരിച്ചറിയണം. നമ്മൾ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ, ഹാഗാറിൻ്റെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 16-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഹാഗാറിനെ നമ്മൾ കാണുന്നുണ്ട്. അവൾ അബ്രഹാമിനോടൊപ്പം ജീവിക്കുന്ന നാള് അവിടെ നിന്ന് അടിച്ച് പുറത്താക്കപ്പെട്ടപ്പോൾ അവൾ മരുഭൂമിയിൽ എത്തിച്ചേരുകയാണ്. ദൈവം അവിടെ അവളെ കണ്ടുമുട്ടുന്നു. വചനം ഇപ്രകാരം പറയുകയാണ്, അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയി എന്ന് വിളിച്ചു. കാരണം തന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ചു കണ്ടു എന്ന് പറഞ്ഞു. 139-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ധ്യാനപൂർവ്വം വായിക്കുന്നില്ലേ, എല്ലാം കാണുന്ന ഒരു ദൈവം, എല്ലാം അറിയുന്ന ഒരു ദൈവം, നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും യാത്ര ചെയ്യുന്നതും എല്ലാം കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ 17-ാം തിരുവചനത്തിൽ കേൾക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടുന്നുണ്ട് നമ്മൾ. ഹാഗാർ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട്, ഇസ്മായിലിനെയും കൊണ്ട് മരുഭൂമിയിലായിരിക്കുമ്പോൾ കയ്യിലുള്ള വെള്ളം തീർന്നു. ഇനി കുഞ്ഞിന് മരണം മാത്രമേ ഉള്ളൂ. കുഞ്ഞ് മരിക്കുന്നത് കാണാതിരിക്കുവാൻ ഹാഗാർ മുഖം തിരിഞ്ഞു നിന്നു. എന്നാൽ ദാഹിച്ച് കുഞ്ഞ് വാവിട്ട് കരയാൻ തുടങ്ങി. സ്വർഗത്തിലെ ദൈവം ആ കരച്ചിൽ കണ്ടു. വചനം ഇപ്രകാരമാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 17-ാം തിരുവചനം, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. അതേ പ്രിയമുള്ളവരെ, നിന്റെ കഷ്ടങ്ങളും ക്ലേശങ്ങളും കാണുന്ന, നിന്റെ മുറവിളി, നിന്റെ രോദനം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ മനോഹരമായ ഒരു സംഭവം കാണുന്നില്ലേ? സൂസന്ന, വിശുദ്ധിയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ജീവിതം നയിച്ച സൂസന്നയെ ന്യായം പാലിക്കേണ്ട നിയമപാലകര് അവളിൽ ആകൃഷ്ടയായി അവളെ ദുരുപയോഗിക്കുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ ദൈവത്തെ വിശ്വസിച്ച് എല്ലാം കാണുന്ന ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിച്ച സൂസന്ന അതിന് പിടികൊടുത്തില്ല. അതിൻ്റെ പരിണിത ഫലം നമ്മൾ കാണുന്നുണ്ട്. ഈ ന്യായാധിപന്മാർ സൂസന്നയെ കള്ളക്കേസിൽ കുടുക്കി കല്ലെറിയുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. അവളുടെ മാതാപിതാക്കളും അവളുടെ ജീവിത പങ്കാളിയും അവളുടെ തോഴിമാരും അവളെ അറിയാവുന്ന എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സൂസന്ന ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. അവൾ ഹൃദയവും മനസ്സും ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നിലവിളിച്ചു പ്രാർത്ഥിച്ചു. വചനം നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 42. അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. 44-ാം വാക്യത്തിൽ കാണുകയാണ്, കർത്താവ് അവളുടെ നിലവിളി കേട്ടു. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. എല്ലാ ദുഃഖങ്ങളും വേദനകളും ഒരു നിമിഷം കൃപയാക്കി മാറ്റണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഞാനും നിങ്ങളും ചെയ്യേണ്ടത് അത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈ ഭാരം നമ്മുടെ തലയിൽ എടുത്തു വെച്ച്, ഈ കഷ്ടങ്ങളും ക്ലേശങ്ങളും ഹൃദയത്തിൽ ഏറ്റിവെച്ച് പഴി പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നിരാശയ്ക്ക് അടിമപ്പെടാതെ അതൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തെ വിളിച്ചാൽ അവിടെ അത്ഭുതമുണ്ടാകും. സങ്കീർത്തനം 107-ാം സങ്കീർത്തനത്തിൽ 4-5 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു, വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. ഒരുപക്ഷെ ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശക്കുന്നവരാകാം, ദാഹിക്കുന്നവരാകാം. ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാനാവാതെ, അത് കണ്ടെത്താനാവാതെ ദുഃഖിക്കുന്നവരാണെങ്കിൽ ഈ നിമിഷം
ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സങ്കീർത്തനം 107:6. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവരുടെ കഷ്ടതയിൽ അവിടുന്ന് അവരെ രക്ഷിച്ചു. അതെ, രക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ ചിലർ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലാകാം. നാളത്തെ കാര്യത്തിനു വേണ്ടി 5 പൈസ ഒന്ന് ചിലവഴിക്കാനാവാതെ പലരോടും കൈനീട്ടിയിട്ട് 1 പൈസ പോലും ലഭിക്കാതെ വിഷമിക്കുന്നവരാകാം. വചനം പറയുകയാണ്, സങ്കീർത്തനം 107:12, അടിമ വേല കൊണ്ട് അവരുടെ മനമിടിഞ്ഞു, അവർ വീണു, സഹായിക്കാൻ ആരുമുണ്ടായില്ല. ഒരാൾ പോലും ഒന്ന് പണം നൽകി സഹായിക്കാനില്ലാത്ത അവസ്ഥയായിരിക്കാം. അപ്പോഴും നീ ചെയ്യേണ്ടത് ഇതുമാത്രം. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഒരുപക്ഷെ ചിലര് ശാരീരിക രോഗങ്ങളാൽ വേദനിക്കുന്നവരുണ്ടാകാം, മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ. അപ്പോഴും വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഈ കഷ്ടങ്ങളിലും നീ കർത്താവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അവൻ നിന്റെ ജീവിതത്തിൽ ഇടപെടും. സങ്കീർത്തനം 107:17-18 വാക്യങ്ങൾ. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. നമുക്ക് എല്ലാ സഹനങ്ങളും ദൈവസന്നിധിയിൽ ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ ആശ്വാസം, ആ ദൈവത്തിൻ്റെ സ്പർശനം, ആ ദൈവത്തിൻ്റെ സൗഖ്യം നമ്മളിലേക്ക് ഒന്നൊഴുകിയിറങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ ദിവ്യകാരുണ്യത്തിൽ മിഴികൾ തുറന്ന് ഈശോയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. തളരുമ്പോഴും വീഴാനൊരുങ്ങുമ്പോഴും താങ്ങുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹം പൊതിഞ്ഞ കൃപയുടെ അനുഭവങ്ങൾ നമ്മളിലേക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കൂട്ടുകളാണെന്ന് തിരിച്ചറിയണം. എനിക്കറിയാവുന്ന ഒരു സഹോദരി, അവരുടെ മകളുടെ ജീവിതത്തിലെ സംഭവം ഇപ്രകാരമാണ്. എനിക്ക് അടുത്തറിയാവുന്ന ഒരു കുടുംബമായതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഈ സംഭവം ഞാൻ അറിഞ്ഞതാണ്. ആ സഹനത്തിൻ്റെ, ആ ക്ലേശത്തിൻ്റെ നടുവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ മകൾ വിവാഹം കഴിഞ്ഞു. നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഈ പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുത്ത ഭവനം, ചെക്കൻ നല്ല ചെറുക്കനാണ്, ജോലിയൊക്കെയുണ്ട്. പക്ഷേ അവൻ്റെ കുടുംബത്തിൽ വലിയ കടബാധ്യതകളുണ്ടായിരുന്നു. ഇതൊക്കെ മറച്ചു വച്ചിട്ടാണ് ഈ പെൺകുട്ടിയുമായുള്ള വിവാഹബന്ധം നടന്നത്. വളരെ പ്രതീക്ഷകളോടെ ഈ പെൺകുട്ടി ഈ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നു. പ്രിയമുള്ളവരെ, ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചപ്പോഴാണ് കഷ്ടതകളുടെ, ക്ലേശങ്ങളുടെ അനുഭവങ്ങൾ, പരുപരുത്ത അനുഭവങ്ങൾ ഈ പെൺകുട്ടി അനുഭവിക്കാൻ തുടങ്ങിയത്. അന്നുവരെ വീട്ടിലെല്ലാ സുഖസൗകര്യങ്ങളും സുരക്ഷിതത്വവും അനുഭവിച്ച ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നപ്പോൾ അവളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തി, ഇത് അവസാനിപ്പിക്കാം, മുന്നോട്ട് കൊണ്ടുപോകണോ? പ്രിയമുള്ളവരെ, 1 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു. കുഞ്ഞുമായി ഒരുമിച്ച് ജീവിക്കുമ്പോഴും വല്ലാത്ത സാമ്പത്തിക ഞെരുക്കം. ഈ കുഞ്ഞിന് പാല് കൊടുക്കുവാൻ പോലും കഴിയാതെ, പാൽപ്പൊടി വാങ്ങിച്ച് ഒന്ന് കലക്കി ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തുവാൻ തക്ക വിധം പാല് കൊടുക്കുവാനാവാത്തൊരവസ്ഥ. അവൾ നിലവിളിച്ച് കരഞ്ഞു. ഈ ദുഃഖങ്ങൾ അവളുടെ വീട്ടിലേക്ക് അവൾ വിളിച്ചു പറയുമ്പോൾ അവളുടെ അമ്മ പറയും, മകളെ, ഈശോ എല്ലാം അറിയുന്നുണ്ട്, ഈശോ എല്ലാം കാണുന്നുണ്ട്, നീ ധൈര്യമായിരിക്കുക, നീ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ഈ പെൺകുട്ടി ചെയ്യുന്ന ഇതായിരുന്നു. വിശന്ന് കരയുന്ന ഈ 1 വയസ്സ് ഉള്ള കുഞ്ഞിന്
ഒന്നും കൊടുക്കാനില്ലാതെ വന്നപ്പോൾ വെള്ളമെടുത്ത് കൊടുക്കും. വെള്ളമാണ് കുടിക്കുന്നത്. ഒത്തിരി സഹനം, ഒത്തിരി വിഷമങ്ങൾ. ഈ കുഞ്ഞിന് വേണ്ടി പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദന. എന്നാൽ ദൈവത്തോട് ആ വേദനകളെല്ലാം ചേർത്ത് വച്ചിട്ട് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കഷ്ടതകളുടെ നടുവിൽ ഇടപെടുന്ന ഒരു ദൈവത്തെ ദൈവം അത്ഭുതകരമായ രീതിയിൽ ഇടപെട്ടു. ഇന്ന് ആ കുടുംബം സമ്പത്തിലും പ്രാർത്ഥനയിലും ആ സ്നേഹത്തിലും ഉയർന്ന തലത്തിൽ നിൽക്കുവാൻ ദൈവം ഇടയാക്കി. പ്രിയമുള്ളവരെ, ചില കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നിപ്പോകും എല്ലാം ഒന്ന് അവസാനിപ്പിച്ച് കളയാം, എല്ലാം ഇന്ന് ഇതിൽ നിന്ന് ഓടി ഒളിക്കാമെന്ന്. പ്രിയമുള്ളവരെ, തിരിച്ചറിയണം, വലിയ നന്മകൾ, വലിയ അനുഗ്രഹങ്ങൾ, ജീവിതത്തിൽ വലിയ സുരക്ഷിതമായ അനുഭവങ്ങൾ ദൈവം നമുക്ക് മുൻപേ ഒരുക്കി വച്ചിട്ട് അതിലെത്തിച്ചേരുവാൻ ദൈവം അനുവദിക്കുന്നതാണ് ഈ കഷ്ടങ്ങൾ. അവിടെ നമ്മൾ ഭയപ്പെടരുത്, അവിടെ നമ്മൾ നിരാശപ്പെടരുത്. ഈ ദിനത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാ നൊമ്പരങ്ങളും എല്ലാ കഷ്ടങ്ങളും ഒരാരാധനയാക്കി മാറ്റാം, ഒരാരാധനയാക്കി മാറ്റാം. ആരാധനയുടെ നിമിഷങ്ങളിൽ ഈ കഷ്ടങ്ങൾ ദൈവം ഏറ്റെടുത്ത് അനുഗ്രഹമാക്കി മാറ്റും, കൃപകളാക്കി മാറ്റും. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഒരു വലിയ മഹാമാരിയും പലതരത്തിലുള്ള രോഗപീഠകളിലൂടെയും അനേകർ കടന്നു പോകുന്നുണ്ട്. ആ രോഗങ്ങളെയും മഹാമാരികളെയും ഒക്കെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക. പ്രകൃതി ദുരന്തങ്ങളുമായി അതിനെ നേരിട്ടുകൊണ്ട് ജീവിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരെയും നമുക്ക് ഈ നിമിഷം ഓർത്ത് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചില ദാരിദ്ര്യങ്ങൾ, ചില പൈശാചിക തിന്മകൾ കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവയെയും നമുക്ക് ഈ ആരാധനയിൽ ഈശോയുടെ മുമ്പിൽ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇടപെടണമേ, കരുണയായിരിക്കണമേ. ഓരോ വേദനകളും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഈശോയുടെ കരുണ ഒഴുകി ഇറങ്ങുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ ദുഃഖങ്ങളിൽ, ഈ സങ്കടങ്ങളിൽ, ഈ ക്ലേശങ്ങളിൽ, ഈ കഷ്ടതകളിൽ നിൻ്റെ കാരുണ്യം ഒഴുകി ഇറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 20-21 വാക്യങ്ങൾ ഇപ്രകാരമാണ്: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. എല്ലാ രോഗങ്ങളും എല്ലാ വേദനകളും ഈശോയുടെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ കടന്നു പോകുന്ന ക്ലേശങ്ങളെ പ്രാർത്ഥനയാക്കി ഉയർത്തിക്കൊണ്ട് ദൈവത്തെ വിളിച്ചാൽ ദൈവം ഉത്തരമരുളും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ അവിടുന്ന് പറയുകയാണ്, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ
മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിന്നെ വെളിപ്പെടുത്തും. ഒരിക്കൽ കൂടെ നമുക്ക് പാടാം. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ക്ലേശങ്ങൾ വിശ്വാസത്തോടെ ഈ ദിവ്യകാരുണീശയുടെ മുമ്പിൽ സമർപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ മനസ്സുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ നൊമ്പരങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെയും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെ മധ്യസ്ഥതയിലും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യൗസ്യപിതാവിൻ്റെയും അപ്പോസ്തലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും വിശുദ്ധ യോഹന്നാൻ്റെയും വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെയും വിശുദ്ധ തോമാസ് സ്ലീഹായുടെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ അന്തോനീസിൻ്റെയും വിശുദ്ധ അഗസ്തീനോസിൻ്റെയും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ പാദ്രപ്പിയുടെയും വിശുദ്ധ ജോൺ മേരി വിയാനിയുടെയും സകല അപ്പോസ്തലന്മാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകന്മാരുടെയും നാമത്തിലും പരിശുദ്ധ പൗരോഹിത്യത്തിന്റെ അധികാരത്തിലും ശക്തിയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് സർവ്വനാരിക ശക്തികളോടും അവയുടെ അടിമത്തങ്ങളോടും അന്ധകാരങ്ങളോടും ഞാൻ ആജ്ഞാപിക്കുന്നു. ഈ സമൂഹത്തിൽ നിന്ന്, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും, അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ തിരുരക്തത്തിന്റെ ശക്തിയാൽ, തിരുകുരിശിന്റെ ശക്തിയാൽ, തിരുവചനത്തിന്റെ ശക്തിയാൽ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ അന്ധകാര ശക്തികളെ നിങ്ങൾ പുറത്തു പോവുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിച്ച് ശാസിച്ച് നിത്യപാതാളത്തിലേക്ക് തള്ളിക്കളയുന്നു. യേശു നിങ്ങളെ ശാസിക്കട്ടെ, യേശു നിങ്ങളെ പാതാളത്തിലേക്ക് തള്ളിക്കളയട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെയും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൽ നിന്ന് ജാതനായ യേശുവിന്റെ നാമത്തിലും സകല നാരിക ശക്തികളോട് ഞങ്ങൾ ശപഥം ചെയ്ത് ആജ്ഞാപിക്കുന്നു. യേശുവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് പോവുക. ഇനി ഒരിക്കലും ഞങ്ങളിലേക്ക് തിരിച്ചു വരരുത്, ഞങ്ങളെ ശല്യപ്പെടുത്തരുത്, നീ പുറത്തു പോവുക. യേശുവിന്റെ രക്തം ഈ സമൂഹത്തെയും ഈ വ്യക്തികളെയും ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകലരെയും പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. യേശുവിന്റെ രക്ഷയുടെ പൂർണ്ണത ഞങ്ങൾ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യഹോവയേ, മാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, കണ്ണടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.